ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് വീണ്ടും കൂടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഞാനും പ്രീതിയും കോവിഡ് പോസിറ്റീവാണ്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങൾ നടത്താനും ഒക്കെ ഞങ്ങൾക്കും പ്രയാസമൊന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്നു. വളരെ കെയർഫുൾ ആയിട്ട് എല്ലാവരും ആയിരിക്കുക. അവരവരുടെ ഭവനങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. നമ്മളെത്ര കാര്യമായിട്ട് സൂക്ഷിച്ചാലും അങ്ങനെ വരില്ല എന്നും പറയാൻ പറ്റത്തില്ല. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അത് കയറി വരും. അപ്പം പക്ഷേ നമ്മൾ എത്രത്തോളം നമ്മൾ ഇമ്മ്യൂണിറ്റിയും നമ്മുടെ ആരോഗ്യവും ഹെൽത്തും ഒക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പൂർണ്ണമായിട്ടും താഴ്ത്തുവാനും പ്രാർത്ഥിക്കാനും കർത്താവ് നമ്മളെ ആ രീതിയിൽ വഴി നടത്തുവാനും ഒക്കെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതോടനുബന്ധമായിട്ട് ഞാൻ ഇന്ന് ഒരു ചെറിയ പോർഷൻ എടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഈ പോർഷൻ ആക്ച്വലി നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമുക്ക് തന്നെ അറിയാം, ഈ ആത്മീകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഈ അറ്റ്മോസ്ഫിയറുകളിലൊക്കെ ഒരു ചേഞ്ച് വരാം. ഞാൻ ഉദ്ദേശിക്കുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിന് ഒരു ഡെഫിനിഷൻ പറയുവാണെങ്കിൽ അത് എൻവിറോൺമെന്റ്, ചുറ്റുപാടുമുള്ള അവസ്ഥ, ചുറ്റുപാടും നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അതിൽ പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അറ്റ്മോസ്ഫിയർ എന്നുള്ള കാര്യത്തിൽ. എന്നാൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള, ഒരു ആത്മീകമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, നെഗറ്റീവായിട്ട് ചിലപ്പോൾ സംഭവിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിനെ നമുക്ക് എങ്ങനെ അതിനെ ചേഞ്ച് ചെയ്യുവാനായിട്ട് കഴിയും, നമുക്ക് എങ്ങനെ അതിനെ മാറ്റം വരുത്തുവാനായിട്ട് കഴിയും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ അന്ധകാരത്തിന്റെ യുഗത്തിൽ അല്ലെങ്കിൽ അന്ധകാരത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം അഫ്ഗാനിസ്ഥാനിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അമേരിക്ക എപ്പോൾ തങ്ങളുടെ പട്ടാളക്കാരെ അല്ലെങ്കിൽ തങ്ങളുടെ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തെ പിൻവലിച്ചു, വിത്തിൻ വളരെ ഷോർട്ട് സ്പാനിൽ, അവർ പോലും പ്രതീക്ഷിക്കാത്ത ലെവലില് താലിബാന്റെ സൈന്യത്തിന് ആക്രമിച്ചു കയറുവാനായിട്ട് കഴിഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവരെപ്പോഴും പ്രിപ്പയർഡാണ്. അപ്പൊ ശത്രു എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സന്ദർഭം നമ്മളത് മനസ്സിലാക്കണം. എപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ മാറുന്നു, എപ്പോൾ ദൈവകൃപയുടെ കൊട, ആ ഒരു അംബ്രല മാറുന്നു, അല്ലെങ്കിൽ ആ അംബ്രലയുടെ അടിയിൽ നിന്ന് ദൈവത്തിന്റെ പ്രൊട്ടക്ഷന്റെ ആ കീഴിൽ നിന്ന് നമ്മളെപ്പോ മാറുന്നു, ആ സമയത്ത് ശത്രുവിന്റെ അറ്റാക്ക് ഉണ്ടാകും. പത്രോസ് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അലറുന്ന സിംഹം പോലെ എന്നാണ് നമുക്ക് ചുറ്റും ആരെ വിഴുങ്ങേണ്ടും. അപ്പോ ഈ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിശാചിന്റെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറാണത്. അപ്പോ ഈ ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയറിൽ, ഈ ഡാർക്ക്നെസ്സിൽ നമുക്ക് അകത്തേക്ക് ഊഴ്ന്ന് കയറണമെന്നുണ്ട് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവാത്മാവ് ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. പെട്ടെന്ന് നമുക്കത് പറഞ്ഞു പോകുവാണെങ്കിൽ, ഒന്ന് റൈച്ചിയസ് ആൻഡ് ഗോഡ്ലി ലൈഫ് സ്റ്റൈൽ, നമ്മുടെ നീതിയുക്തമായിട്ടുള്ള ദൈവികമായിട്ടുള്ള ഒരു ജീവിത ശൈലി നമ്മൾക്ക് ഉണ്ടായിരിക്കണം. Our lives to be conformed to the image of Christ. യേശുക്രിസ്തുവിന്റെ
ജീവിതവുമായിട്ട് സദൃശ്യവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തി നിൽക്കണം. നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ടും റൂൾ ചെയ്യുന്നതും ഗവേൺ ചെയ്യുന്നതും ദൈവത്തിന്റെ വചനമായിരിക്കും. ഇതൊക്കെയാണ് ഒരു റൈച്ചസ് ഗോഡ്ലി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ. അപ്പൊ ദൈവവചനത്താൽ നിയന്ത്രിതമായ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായിട്ടുള്ള ഒരു ജീവിത രീതി. And we should be conformed to the will of God in every thought. എല്ലാ ചിന്തകളിലും ദൈവത്തിന്റെ ആലോചനയുമായി വളരെ യോജിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. പ്രോവർ 12 നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കാനുള്ള നമ്മുടെ അതീവമായിട്ടുള്ള താല്പര്യം, വളരെ പെട്ടെന്ന് ദൈവത്തെ അനുസരിക്കാനുള്ള നമ്മുടെ താല്പര്യം, ഇതൊക്കെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ എ റൈച്ചസ് ഗോഡ്ലി ലൈഫ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും ഒരു ആകെ തുകയാണ്. ഇതാണ് നമുക്ക് ആദ്യമായിട്ട് ആവശ്യം. ഈ ഡാർക്ക്നെസ്സിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ, അറ്റ്മോസ്ഫിയർ മുഴുവൻ ചേഞ്ച് ആയിട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുവാൻ നമുക്ക് വേണ്ടിയത് അതാണ്. ഇന്ന് ലോകത്തില് ഒരു ക്രിസ്തീയ വിശ്വാസിയെ നോക്കുമ്പോൾ അവനിൽ പ്രതീക്ഷിക്കുന്നത്, ദൈവാത്മാവ് പ്രതീക്ഷിക്കുന്നത് അതാണ്. അവന് മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്, ആ ഒരു കൂട്ടത്തിന് മാത്രമേ ഈ ഒരു ലൈഫ് സ്റ്റൈൽ, ഈ ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ കൊണ്ടുവരാനായിട്ട് കഴിയത്തുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പ്രാർത്ഥനയോടുള്ള നമ്മുടെ പെർസ്യൂട്ട് ഓഫ് പ്രെയർ ആണ്. നമ്മുടെ പ്രാർത്ഥനയിലുള്ള ജാഗരണം, പ്രാർത്ഥനയിൽ കൂടുതൽ 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 നമ്മൾ ശ്രദ്ധ വയ്ക്കുന്നത്, പ്രാർത്ഥനയോടുകൂടി ഉള്ള നമ്മുടെ ആ ജീവിത ചര്യ, ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഏത് സമയത്തും ജാഗരൂകരായിട്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഗെത്സമനയിലേക്ക് കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ട് പോയത് ആയ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ പ്രാർത്ഥിക്കാനേ പറഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് സമയം പോലും അവർക്ക് അത് ഫോളോ ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. നമ്മൾ മനസ്സിലാക്കണം, കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിട്ട് പോലും ശിഷ്യന്മാർക്ക് കഴിയാത്തതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ പ്രാർത്ഥനയുടെ ഫോക്കസ്. അപ്പൊ നമ്മളിപ്പോ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് ഇല്ല, പരിശുദ്ധാത്മാവാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. വ്യക്തിപരമായിട്ടുള്ള ഒരു എന്താണ്, നമുക്ക് ഫിസിക്കലി തൊട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രസൻസ് ഒന്നും കർത്താവുമായിട്ട് നമുക്കില്ല ഇപ്പോ. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ ഡിസിപ്ലിൻ ആകണം എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നമുക്കത് കർത്താവ് തരുന്നത്. ശിഷ്യന്മാർക്ക് കഴിയാത്തൊരു കാര്യം നമുക്ക് കഴിയണം. ഒരു ഗുണമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ഉള്ളത് ഒരു സ്ട്രെങ്ത് ആണ്, ഒരു ശക്തിയാണ്. അവൻ തന്നിരിക്കുന്ന ദൈവവചനം നമുക്കൊരു ശക്തിയാണ്, നമുക്കൊരു ബലമാണ്. അവൻ ഓർപ്പിച്ചു തരുന്ന, അല്ലെങ്കിൽ അവന്റെ ഗൈഡൻസ് നമുക്കൊരു ശക്തിയാണ്, ഒരു ബലമാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത്, ഇമാതിരി നിൽക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു കൺഫ്രണ്ടേഷൻ, ഒരു ഡിമോണിക് ഫോഴ്സുമായിട്ട് ഒരു കൺഫ്രണ്ടേഷൻ തന്നെ പറ്റുകയുള്ളൂ. താലിബാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിമോണിക് ഫോഴ്സ് ആണത്. അവിടെയുള്ള അഫ്ഗാനിലുള്ള വിശ്വാസികള് എത്രത്തോളം ശക്തീകരിക്കപ്പെടണം എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് ആണ് ഇപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പോകുന്നത്.
ചെറിയൊരു കൂട്ടം വിശ്വാസികൾ അവിടെയുണ്ട്. അഫ്ഗാനിൽ മാത്രമല്ല, ഇന്ന് ലോകത്തിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പല ഡാർക്ക് ഫോഴ്സുകളുടെ മധ്യത്തിലും കൊറോണ അത് ദൈവം അനുവദിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഒരു കാര്യമാണ്, സംശയമില്ല. പക്ഷെ എങ്കിൽ തന്നെയും അത് വിതയ്ക്കുന്നതായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ്സുകളും ഒരുപാട് പ്രയാസങ്ങളും ഉണ്ട്. പിശാചിന്റെ പ്രവൃത്തികൾ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം അനുവദിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്കതിനെ കീഴടക്കാൻ പറ്റത്തില്ല എന്നില്ല. നമ്മൾ ദൈവമക്കൾക്ക് സംബന്ധിച്ചിടത്തോളം നമ്മൾക്കതിനെ കീഴ്പ്പെടുത്തുവാനും നമ്മൾക്കതിനെ ഓവർകം ചെയ്യുവാനുമുള്ള ദൈവിക ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 8:11 മുതൽ നമ്മൾ വായിച്ചാൽ നമുക്കറിയാം, ക്രിസ്തുവിനെ ഉയർപ്പിച്ചതായിട്ടുള്ള അതേ ശക്തി നിങ്ങളുടെ മേലും വ്യാപരിക്കുന്നു എന്നുള്ളത് കർത്താവോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതേ ആത്മാവ് നിങ്ങളുടെ മേലും വ്യാപരിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ ഫില്ല് ചെയ്യപ്പെട്ട, നിറയപ്പെട്ടതായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ പരീക്ഷിച്ചതുപോലെ പിശാച് പരീക്ഷിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെയും നമ്മൾക്ക് നേരിടുവാൻ പ്രയാസമില്ല. കാര്യങ്ങളെ നേരിടുവാൻ, കാര്യങ്ങളെ വിജയിക്കുവാൻ, കാര്യങ്ങളുടെ മേൽ ഓവർ പവർ ചെയ്യുവാൻ നമുക്ക് പ്രയാസമില്ല. ദൈവം നമ്മളോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. സോ വി ക്യാൻ കൺഫ്രണ്ട്. നമുക്ക് കൺഫ്രണ്ടേഷനിലൂടെ ഇത്തരം കാര്യങ്ങളെ നമുക്ക് മാറ്റിക്കളയുവാൻ, ആ ഡാർക്ക്നെസ്സിനെ നമുക്ക് മാറ്റിക്കളയുവാൻ കഴിയും. നമുക്ക് അറ്റ്മോസ്ഫിയറിനെ നമുക്ക് ചേഞ്ച് ചെയ്യുവാനായിട്ട് കഴിയും. മറ്റൊരു കാര്യം നമ്മുടെ പ്രതീക്ഷകളാണ്. നമുക്ക് വലിയ പ്രതീക്ഷകൾ വേണം. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണെന്നുള്ള പ്രതീക്ഷകൾ നമ്മൾ വച്ചു പുലർത്തേണ്ടതൊരാവശ്യമാണ്. നമ്മൾ പലർക്കും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഒരു ഫീല് ചെയ്യപ്പെടുന്നത് നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് പ്രതീക്ഷയ്ക്ക് മറ്റൊരു വാക്ക് വേണമെങ്കിൽ പ്രത്യാശ എന്ന് വേണമെങ്കിൽ കൊടുക്കാം, ഹോപ്പ്ഫുൾ. പക്ഷെ എക്സ്പെക്ടൻസിയും ഹോപ്പും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. വി ആർ എക്സ്പെക്ടിങ് സംതിങ്. നമുക്കൊരു കഥ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. 40 ദിവസത്തോളം ഫാസ്റ്റിംഗ് എടുത്തു ഒരു സ്ഥലത്ത് കുറച്ച് ആൾക്കാർ, സഭകൾ ചേർന്ന് മഴയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോ ലാസ്റ്റ് ദിവസം, ഈ 40 ദിവസം കഴിഞ്ഞതിന് ശേഷം അവസാന ദിവസം അവർക്ക് വേണ്ടിയത് എന്താണ്? എക്സ്പെക്ടൻസിയാണ്. മഴ പെയ്യും എന്നുള്ള എക്സ്പെക്ടൻസിയാണ്. പക്ഷെ എല്ലാവരും സാധാരണ രീതിയിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നു. ഒരു കൊച്ചു മാത്രം ഒരു കൊട കയ്യിലെടുത്തു. ആ കൊച്ചിനോടാണെങ്കിൽ നാട്ടുകാർ മുഴുവൻ ചോദിക്കാൻ തുടങ്ങി, നീ ഇത്രയും ചൂടുള്ള സമയത്ത്, ഈ വെയിലുള്ള സമയത്ത് നീ എന്തിനാ ഈ കൊടയും പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? അപ്പൊ കൊച്ചു പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഈ 40 ദിവസം എന്തൊന്നും എടുക്കുമായിരുന്നു? എക്സ്പെക്ടേഷൻ എനിക്കുണ്ട്, മഴ പെയ്യുമെന്നുള്ള എക്സ്പെക്ടേഷൻ എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ കൊട കൊണ്ടുവന്നിരിക്കുന്നത്. സോ ദീസ് ടൈപ്പ് ഓഫ് ഇഷ്യൂസ്, ഇത് നമ്മുടെ ഇടയിൽ ഉള്ള ഒരു കാര്യമാണ്. ഇതൊരു ചെറിയൊരു ഉദാഹരണമാണെങ്കിൽ പോലും നമ്മളും ഒരു എക്സ്പെക്ടൻസി ഇല്ലാതെയാണ് കാര്യങ്ങളെ ചെയ്തെടുക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട്. നമ്മള് ഇന്ത്യ സുവിശേഷീകരിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, സഭയിൽ കൂടുതൽ ആൾക്കാർ കടന്നു വരാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ വാട്ട് ഈസ് അവർ എക്സ്പെക്ടേഷൻ? കടന്നു വരുന്ന ആൾക്കാരെ എക്വിപ്പ് ചെയ്യാൻ തക്ക രീതിയിൽ നമ്മൾ പ്രിപ്പയർഡ് ആണോ? ആ പ്രിപ്പറേഷൻ ആണ് നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രതീക്ഷകളില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭ വലുതാകുന്നു, ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു, ഒരുപാട് ചർച്ച് ആൾക്കാരുണ്ടാകണം. ഇതെല്ലാം നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമാണ്. ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. റിവൈവലിന് വേണ്ടി നമ്മൾ ഒരുപാട് പേര് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
റിവൈവൽ നല്ലതാണ്. പക്ഷേ റിവൈവൽ വന്നാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്, അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ എവിടെ നമുക്കുള്ളത്? അവിടെയാണ് എക്സ്പെക്ടേഷന്റെ വിഷയം വരുന്നത്. അപ്പൊ നമ്മുടെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെക്ടൻസി ഓഫ് മിറാക്കിൾസ്, ദൈവം മിറക്കിളുകൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. ദൈവം ചില സന്ദർഭങ്ങളെ ഡെലിവറൻസ് കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവം ചില ബ്രേക്ക് ത്രൂസ് തരാൻ പോവുകയാണ്. ഈ എക്സ്പെക്ടേഷൻ നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡാർക്ക്നെസ് നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും പോകണമെന്നുണ്ടെങ്കിൽ, ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയത് ഒരു ഇവാഞ്ചലിക്കൽ സ്പിരിറ്റാണ്. ഒരു സുവിശേഷ തൽപരതയുള്ള ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം. ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള സുവിശേഷത്തോടുള്ള താല്പര്യം, ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു ഇവാഞ്ചലിക്കൽ സ്പിരിറ്റ് എന്ന് വേണമെങ്കിൽ അതിന് പറയാം. ഒരു ആത്മീയ താല്പര്യം. കർത്താവിന്റെ സുവിശേഷം എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. രക്ഷിക്കപ്പെടാത്ത എൻ്റെ കുടുംബങ്ങളുണ്ട്, രക്ഷിക്കപ്പെടാത്ത എൻ്റെ ഫാമിലിയിലുള്ള വ്യക്തികളുണ്ട്. ഇവരെല്ലാം നശിച്ചു പോകുവാൻ ഇടവരുത്താതെ, ദൈവമേ എനിക്ക് സുവിശേഷം അവരോട് പറയണം, എനിക്ക് അവരെ സുവിശേഷത്തിലേക്ക് നയിക്കണം, എനിക്ക് ഇവാഞ്ചലൈസ് ചെയ്യണം അവരെ. ഈ ലോകത്തിന്റെ ഈ ഡാർക്ക്നെസ്സില് ഒരു ചേഞ്ച് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആ ചേഞ്ചിന്റെ ഒരു ട്രിഗർ ആയിട്ടുള്ള, ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഇവാഞ്ചലിസം, കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം, അത് ഞാൻ പറയുവാൻ വില്ലിങ്ങാണ്. ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു ഡിസയർ, ഈ ഒരു ദർശനം നമ്മൾ പ്രാപിച്ചിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാമാണ്, ഇതിന്റെ ഒരു ബ്ലെൻഡ് ആണ് ആക്ച്വലി ഈ അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകേണ്ടത്. ഇപ്പൊ നമ്മുടെ ഗ്രാമങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ ജോബ് സ്ഥലമായിക്കൊള്ളട്ടെ, നമ്മൾ പാർക്കുന്നതായിട്ടുള്ള രാജ്യമായിക്കൊള്ളട്ടെ, സംസ്ഥാനമായിക്കൊള്ളട്ടെ, ഏത് കാര്യങ്ങളിലും ഏത് സ്ഥലത്തും ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ ആവശ്യമുണ്ട് എന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട മേഖലകളെ കുറിച്ചാണ് ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ചതായിട്ടുള്ള കാര്യം. നമ്മുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ഹൂ ഈസ് റെസ്പോൺസിബിൾ? യു ആർ റെസ്പോൺസിബിൾ. നമ്മളാണ് റെസ്പോൺസിബിൾ. We are responsible for our personal life. I have authority over my personal life. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എനിക്കാണ് അതോറിറ്റി ഉള്ളത്. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലുള്ള ആത്മീകമായിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു സ്പിരിച്വൽ ക്ലൈമറ്റ്, ഒരു ആത്മീക മാറ്റം എൻ്റെ ജീവിതത്തിൽ വരണം എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനാണ് ആക്ഷൻ എടുക്കേണ്ടത്. ഞാനാണ് അതിൽ ഒരു ചേഞ്ച് വരുത്തേണ്ടത്. നമ്മൾ സ്വർഗം നമ്മുടെ മധ്യത്തിലേക്ക് തുറന്നിടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ആലോചനകള്, ഉയരത്തിലെ ആലോചനകള് നമ്മുടെ ജീവിതത്തിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു വരത്തക്ക രീതിയിൽ ഹൃദയത്തെ തുറന്നിടുവാൻ നമ്മൾ വില്ലിങ് ആയാൽ മാത്രമേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ക്ലൈമറ്റിന് ചേഞ്ച് വരത്തുള്ളൂ, ആത്മീക ജീവിതത്തിന് ചേഞ്ച് വരത്തുള്ളൂ. സങ്കീർത്തനം 110:2 നമ്മൾ വായിക്കുന്നത്, The Lord shall send the rod of your strength out of Zion, rule in the midst of your enemies. It's all your വ്യക്തിപരമാണ്. അപ്പൊ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിന്റെ
ശത്രുക്കളുടെ മുമ്പിൽ, ശത്രുക്കൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. എഫേസ്യർക്കെതിരെ ലേഖനം 6-ാമത്തെ അധ്യായം മറന്നു പോകരുത്. നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ജഡരക്തങ്ങളല്ല, വാഴ്ചകളും അധികാരങ്ങളുമാണ്. സ്വർലോകത്തിലെ വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. എന്ന് പറഞ്ഞാൽ പൈശാചിക ശക്തികളാണ് നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത്. അവൻ കൊണ്ടുവരുന്നതായിട്ടുള്ള ഇഷ്യൂസ് ആണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ ശത്രുത്വം കൊണ്ടുവരുന്നത്. ആത്മീയതയോട് ശത്രുത്വം കൊണ്ടുവരുന്നത് അവന്റെ സ്വഭാവമാണ്, അവന്റെ പിശാചിന്റെ തന്ത്രങ്ങളാണ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, the Lord shall send the rod of your strength out of Zion. സിയോനിൽ നിന്ന് അവൻ നമ്മൾക്ക് തരുന്നതായിട്ടുള്ള ശക്തിയെ നമ്മൾ ഓർക്കുക. അവൻ നമുക്ക് തരികയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിങ്കിലേക്ക് നമ്മൾ കണ്ണ് വച്ച് കഴിയുമ്പോൾ അവൻ നമ്മളെ കരുതുന്നവനാണെന്നും അവൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ മേൽ ഉള്ള ഈ പൈശാചികമായിട്ടുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ, വ്യക്തിപരമായിട്ടുള്ള ആ ക്ലൈമറ്റിനെ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളുടെ മേൽ ഒരു അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. He will rule amongst our enemies. ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും അവന്റെ അധികാരമുള്ള ആ വടി കൊണ്ട് അവൻ നശിപ്പിച്ചു കളയുവാൻ മതിയായവനാണ്. ഇതൊരു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ പാപബോധം ജനിച്ചു. ആദ്യം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പാപബോധം ജനിച്ചു കഴിഞ്ഞപ്പോൾ പാപത്തെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ നമ്മുടെ ജീവിതത്തിൽ തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഒരു വ്യക്തിയുടെ ജീവിതം മാറ്റം വരാൻ പോകുന്നത് അവിടെയാണ്. അപ്പൊ ഈ ലോകത്തിൽ നിന്ന് അവൻ ഡിസ്കണക്ട് ആകുന്നത് അവന്റെ ആത്മീക തലത്തിൽ അവൻ ഡിസ്കണക്ട് ആകാൻ പോകുന്ന ഒരു പ്രോസസ്സ് പരിശുദ്ധാത്മാവിന്റെ ഇന്റർവെൻഷനാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം വരുത്തി, നീതിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. എങ്ങനെ എനിക്ക് നീതി ലഭിക്കാൻ പോകുന്നു? യേശുക്രിസ്തുവിലൂടെ അല്ലാതെ വേറെ മാർഗമില്ല. ഞാൻ ഏറ്റെടുത്തു. ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു സവിസ്തരമായിട്ടുള്ള അറിവ് നമുക്ക് തന്നു. ഇതിലൂടെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ഈ ട്രാൻസ്ഫോർമേഷൻ ആണ് പാപത്തിന്റെ മേലുള്ള അധികാരത്തെ, അതോറിറ്റിയെ കളഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് പുത്രത്വത്തിന്റെ ആത്മാവിലൂടെ എനിക്ക് യേശുക്രിസ്തുവുമായി അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്ന് ആ ഒരു അധികാരത്തിലേക്ക് എന്നെ വഴി നടത്തിയത്. അപ്പൊ ഞാൻ ആ കൺട്രോളിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ പിതാവ് പുത്രൻ അല്ലെങ്കിൽ അബ്ബ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള പുത്രത്വത്തിന്റെ ആത്മാവ് പ്രാപിച്ച് ഞാനും ക്രിസ്തുവും തമ്മിലുള്ള ഒരു ആഴമേറിയ ബന്ധം സ്ഥാപിച്ച് നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. ഈ അറ്റ്മോസ്ഫിയറിലേക്ക് പിന്നെ പിശാചിന് എങ്ങനെയാണ് കയറി വരാൻ ഇടം സംഭവിക്കുന്നത്? ദ ലോർഡ്ഷിപ്പ്, കർത്തൃത്വം കർത്താവിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ആർക്കും അതിന്മേൽ അധികാരമില്ല. ദൈവത്തിന്റെ വചനത്താൽ ദൈവത്തിന്റെ വില്ല് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എനിക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിൽ എവിടെ മാറ്റം വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോ വ്യക്തികളും നോക്കേണ്ടത്. ഇറ്റ് ഈസ് ബീങ് കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്.
governed and guided by Holy Spirit, taught by Holy Spirit. അവന്റെ അനുസരണത്തിലേക്ക് നമ്മൾ നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് മൈ വിൽ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ആ ഒരു ചേഞ്ചാണ് നമ്മുടെ ലൈഫിലേക്ക് വന്നത്. ഒരു അറ്റ്മോസ്ഫിയറിൽ വലിയൊരു ചേഞ്ച് വന്നു കഴിഞ്ഞു. യേശുക്രിസ്തുവിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഹി വാസ് ടോട്ടലി സബ്ജക്റ്റഡ് ടു ഹിസ് ഫാദർ. അവന്റെ പിതാവിനോട് അവൻ പൂർണ്ണമായിട്ടും കീഴടങ്ങിയിരുന്നവനാണ്. നമ്മൾ കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. പൂർണ്ണമായും പിതാവിന്റെ സബ്മിസീവായിട്ട് നിന്നതായിട്ടുള്ള ഒരു കർത്താവ്. നമ്മളെ കർത്താവ് കാണിച്ചു തന്ന മാതൃക അതാണ്. പൂർണ്ണമായിട്ടും കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവിനെ കീഴടങ്ങി നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വന്നു. അപ്പൊ യേശുക്രിസ്തു നമ്മളിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളിൽ റൂള് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, റെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എന്താണ്? വി എക്സ്പീരിയൻസ് ദ ഫുൾനെസ് ഓഫ് ബ്ലെസ്സിങ്. നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന്റെ അനുഭവമാണ്? ദൈവരാജ്യത്തിന്റെ അനുഭവം. അപ്പൊ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ജീവിതം ഒരു ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിന്റെ പ്രത്യേകത? 3 കാര്യങ്ങൾ അവിടെ വളരെ പ്രത്യേകതയുണ്ട്. ഒന്ന്, റൈച്ചസ്നെസ്, പീസ് ആൻഡ് ജോയ്. റൈച്ചസ്നെസ്, പീസ് ആൻഡ് ജോയ്. നീതിയും സമാധാനവും സന്തോഷവും. ഇതാണ് ദൈവരാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഈ ദൈവരാജ്യത്തിന്റെ ഈ നീതിയും സന്തോഷവും സമാധാനവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എപ്പോ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ എന്തായിന്നറിയോ? നമ്മൾ ദൈവരാജ്യത്തിന്റെ ആ ഒരു പ്രൊട്ടക്ഷനിൽ നിന്ന് നമ്മൾ മാറി എന്നുള്ളത് നമ്മൾ ഓർത്താൽ മതി. നമ്മൾ രോഗം വരുമ്പോഴോ, ഒരു കഷ്ടത വരുമ്പോഴോ, ഒരു ഫ്രസ്ട്രേഷൻ വരുമ്പോഴോ ഒക്കെ പല മനുഷ്യരിലും ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരില് ആ നീതിയുടെ സമാധാനം അവർക്ക് നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും. അവർ പരസ്പരം പഴിചാരാൻ തുടങ്ങും, ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. സോ വാട്ട് ഹാപ്പൻസ്? ആ ഒരു അറ്റ്മോസ്ഫിയർ ഓഫ് യൂണിറ്റി, atmosphere of kingdom, atmosphere of love, atmosphere of ക്രിസ്തുവിന്റെ ആ ഒരു റെയിനിങ്, ആ ഭരണം, അത് നമ്മുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടാൻ തുടങ്ങും. അത് അനുവദിക്കരുത്. പ്രിയമുള്ളവരെ, ഒരു കാരണവശാലും അത് അനുവദിക്കരുത്. നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസ് പലതായിരിക്കും, പല രീതികളിലുള്ള സിറ്റുവേഷൻസ്. നിങ്ങൾ അറിയാതെയോ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾ തെറ്റുകാരല്ലാത്തത് കൊണ്ടോ ഇതൊക്കെ സംഭവിക്കാം. പല കാര്യങ്ങൾ അവിടെ സംഭവിക്കാം. പല ഇൻഫ്ലുവൻഷ്യൽ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാം. ഇതൊക്കെ നിങ്ങളുടെ അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിലെ അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യും. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യും. ഒരു കാരണവശാലും നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ നോക്കേണ്ടത് ഇതാണ്. നിങ്ങൾ ദൈവരാജ്യത്തിന്റെ, നമ്മൾ ഓരോരുത്തരും നോക്കേണ്ടത് ഇതാണ്. ദൈവരാജ്യത്തിന്റെ സമാധാനത്തിലും സന്തോഷത്തിലും നീതിയിലും എവിടെയെങ്കിലും ഒരു പോരായ്മ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എവിടെയോ ഒരു പെശക് വന്ന് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഇരിക്കണം, പ്രാർത്ഥിക്കണം, നമ്മൾ ചേഞ്ച് ചെയ്യണം. അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യണം. ദൈവം നമ്മളെ കുറിച്ച് ആലോചിക്കുന്ന ഒരു കാര്യം അതാണ്. റോമർ 14:17 നമ്മൾ വായിക്കുന്നത് റൈച്ചസ്നെസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്ക് ലഭിച്ചതായിട്ടുള്ള ആ സന്തോഷത്തെയും സമാധാനത്തെയും നശിപ്പിക്കുന്ന ഏതൊരു കാര്യത്തെയും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൺട്രോളിൽ കൊണ്ടുവരണം, നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരണം. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ആണ് നഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് തിരികെ കൊണ്ടുവരണം.
എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? വേറൊന്നുമില്ല, ഫെലോഷിപ്പ് വിത്ത് ഹിം, ഇത്രേ ഉള്ളൂ. പരിശുദ്ധാത്മാവുമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഫെലോഷിപ്പിലേക്ക് എത്തുക. നമ്മളൊരാളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അയാളെ ആ ഫ്രണ്ട്ഷിപ്പിലേക്ക് പിന്നെ തിരിച്ചെങ്ങനെ കൊണ്ടുവരുന്നത്? നമ്മൾ ചുമ്മാ വീട്ടിലിരുന്നാൽ കിട്ടുമോ? ഇല്ല. നമ്മൾ വി ഹാവ് ടു കോൾ ഹിം, വി ഹാവ് ടു മൂവ് ഹിം, വി ഹാവ് ടു സീ ഹിം. ദ സെയിം വേ പരിശുദ്ധാത്മാവിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിക്കണം, സംസാരിക്കണം, പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മ ആചരിക്കണം. അവിടെയാണ് നമുക്ക് ആ തിരികെ വരുന്നത്. yielding to him, അവന് പൂർണ്ണമായിട്ട് സബ്മിറ്റ് ചെയ്യുക, നമ്മളെ തന്നെ അവനെ അനുസരിക്കുക. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 16:7 നമുക്കറിയാം, ജീസസ് said he would send the Holy Spirit to be in close fellowship with us. ആംപ്ലിഫൈഡ് വേർഷനിൽ അങ്ങനെ പറയുന്നത്. പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് നല്ല ഒരു ഫെലോഷിപ്പ്, ഡീപ്പർ ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പ് ലഭിക്കാനായിട്ട്. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് നല്ലത്. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തുവാൻ നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കരുത്. ഒരു രീതിയിലും ആ ഫെലോഷിപ്പ് പോകാൻ നമ്മൾ അനുവദിക്കരുത്. So we are responsible for the atmosphere over our homes. നമ്മുടെ വീടിന്റെ അറ്റ്മോസ്ഫിയർ, ആത്മീകമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ എവിടെയെങ്കിലും പ്രയാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അപ്പോൾ തന്നെ ഇന്റർഫിയർ ചെയ്തിരിക്കണം. മാരേജ് റിലേഷൻഷിപ്പ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 1 പത്രോസ് 3:7 മുതൽ 9 വരെയുള്ള വാക്യം നമ്മൾ വായിക്കും, പറയാം. അവിടെ ഭർത്താക്കന്മാരോട് പറയുന്നുണ്ട്, ഭാര്യമാരോട് പറയുന്നുണ്ട്. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. What all are the steps to be taken? We have to take immediately. This is our role. നമ്മുടെ റോളാണിത്. ചില സ്ഥലങ്ങളിൽ ഹസ്ബൻഡ് ടേക്കപ്പ് ചെയ്യേണ്ടത് ചില കാര്യങ്ങളാണെങ്കിൽ ഹസ്ബൻഡ് ടേക്കപ്പ് ചെയ്യാം, വൈഫ് ടേക്കപ്പ് ചെയ്യേണ്ടതാണെങ്കിൽ വൈഫ് ടേക്കപ്പ് ചെയ്യാം. ഒരുമിച്ച് കൊണ്ടുവരിക, കാര്യങ്ങളെ കാര്യമാത്ര പ്രസക്തമായി തിങ്ക് ചെയ്യുക. ഞങ്ങളുടെ ഭവനത്തിന്റെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. പിശാചേ, നിനക്ക് മാറി നിൽക്കാം, നീ ഈ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയുവാനുള്ള ചങ്കൂറ്റമാണ് നമുക്ക് വേണ്ടി. ദൈവവചനം അതാണ് നമ്മളോട് പറയുന്നത്. വീക്ക്നെസ് ഉണ്ടാകും. ഭാര്യമാരുടെ കയ്യിൽ വീക്ക്നെസ് ഉണ്ട്, ഭർത്താക്കന്മാരുടെ കയ്യിൽ വീക്ക്നെസ് ഉണ്ട്. ഷോർട്ട് ടെമ്പറുള്ള ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാര് പ്രയാസങ്ങളിലൂടെ പോകുന്നവരുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഇത് രണ്ടുമല്ലാത്ത കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. അവിടെ പരിശുദ്ധാത്മാവിന് മാത്രം ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ഒരുപാട് ബലം പിടിച്ചാലും കാര്യങ്ങൾ നടക്കാത്തതായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അവിടെയും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ പൂർണ്ണമായി പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുത്തി കൊടുക്കുക. സമയം വേണ്ടിയതാണെങ്കിൽ സമയം കൊടുക്കുക. പക്ഷെ സ്ട്രൈഫ് ഉണ്ടാക്കരുത്, ഒരു പ്രയാസം ഉണ്ടാക്കരുത്. നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് സിറ്റുവേഷൻസിനെ, കാര്യങ്ങളെ നമ്മൾ ക്രമത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ അതില് ഒരു മാറ്റം വരികയുള്ളൂ. ഈ അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയുകയുള്ളൂ. വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ, കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ, ഇതെല്ലാം വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെയും കുട്ടികളും ഒരു കുടുംബം എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ ഹസ്ബൻഡ്, വൈഫ്, കുഞ്ഞുങ്ങൾ ഇവരെല്ലാവരും ചേർന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പൊ നമ്മളെ ദൈവരാജ്യത്തിന്റെ മക്കളാക്കി തീർത്ത്, റൈറ്റസ് ആയിട്ടുള്ള വ്യക്തികളാക്കി തീർത്ത് ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ ഡാർക്ക്നെസ് എന്ന് പറയുന്ന അന്ധകാരത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ പൂർണ്ണമായിട്ടും ചേഞ്ച് ചെയ്യിച്ചെടുക്കുവാനായിട്ടാണ്.
അവിടെ നമ്മൾക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാകില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ ഫെയിലിയേഴ്സ് ഉണ്ടെങ്കിലും ദൈവത്തിന്റെ മുൻപിൽ കീഴടങ്ങിയിരുന്ന്, പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയിരുന്ന് പൂർണ്ണമായിട്ട് ആലോചനയെ പ്രാപിച്ചു മുന്നേറുകയാണെങ്കിൽ ദൈവം തക്ക സമയത്ത് നമ്മളെ ഉപയോഗിക്കും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം. ഷെയർ ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒരുമിച്ച് കാര്യങ്ങളെ ചെയ്യണം. നമ്മൾ അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയണം, നല്ല സ്പർശനം കൊടുക്കണം, ഫിസിക്കലായിട്ടുള്ള ടച്ച് കൊടുക്കണം, ഇമോഷണലിയും സ്പിരിച്വലിയും ബിൽഡ് ചെയ്യുവാൻ ശ്രമിക്കണം, പ്രാർത്ഥിക്കണം ഒരുമിച്ച്. പ്രയാസം നേരിടുമ്പോൾ കൂടുതൽ സമയം അവരോടൊപ്പം സ്പെൻഡ് ചെയ്യണം, കുഞ്ഞുങ്ങളോടൊപ്പം. ധ്യാനം വേണം, ആരാധന ഒരുമിച്ച് ഉണ്ടാകണം. ഇതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളാണ് ഒരു കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ. എന്നാൽ മാത്രമേ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു ചേഞ്ച് വരുത്തുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. ഒരു ലോക്കൽ ചർച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ടെ. അടുത്തത് ഒരു വ്യക്തിയെ ചിന്തിച്ചു, ഒരു കുടുംബത്തെ ചിന്തിച്ചു, കുഞ്ഞുങ്ങളുമായി ബന്ധത്തിൽ ചിന്തിച്ചു. ഒരു ചർച്ച്, ഒരു ലോക്കൽ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിന്തിച്ചു നോക്കിയാട്ടെ. ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വിൽ ബി അഫക്റ്റഡ് ബൈ ദ ലീഡർഷിപ്പ് ഓഫ് ദ ചർച്ച്. നേതൃത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുടുംബ ബന്ധം എന്നതുപോലെ തന്നെ ഒരു നേതൃത്വത്തിന്റെ ബന്ധങ്ങളിലും അടിസ്ഥാനപരമായി യൂണിറ്റിയും ഐക്യതയും പ്രാർത്ഥനോത്സുകതയും കമ്മിറ്റ്മെന്റും ഫെയ്ത്ത്ഫുൾനെസ്സും വിശ്വസ്തതയും ഒക്കെ ഉണ്ടായാൽ മാത്രമേ ആ ഒരു ചട്ടക്കൂട് നമുക്ക് വളരെ വ്യക്തമാക്കി നമുക്ക് കൊണ്ടുവരുവാൻ കഴിയത്തുള്ളൂ. അവിടെ നിന്നാണ് ആ ലീഡർഷിപ്പിന് മാത്രമേ ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയറിനെ കൊണ്ടുവരാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതെ ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ കൊണ്ടുവരാനായിട്ട് കഴിയത്തില്ല. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും ചർച്ചിൽ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അറ്റ്മോസ്ഫിയർ ഒന്നും ചേഞ്ച് ചെയ്യില്ല. അത് അതിൻ്റെതായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അത് അവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ ആ ചർച്ച നശിച്ചു പോകും. അത്ര തന്നെ. ഒരു സമൂഹത്തെ പിടിച്ചെടുക്കാൻ കഴിയില്ല. ഒരു രാജ്യത്തിന്റെ മേൽ ഒരു സ്വാധീനം വരുത്തുവാനായിട്ട് കഴിയത്തില്ല. നമ്മൾ പറയുന്നതും പ്രസംഗിക്കുന്നതുമായിട്ടുള്ള വിഷയം അതാണ്. ഒരു സമൂഹത്തിന്റെ മേൽ സ്വാധീനം ചെലുത്തണം, ഒരു രാജ്യത്തിന്റെ മേൽ സ്വാധീനം ചെലുത്തണം, ഒരു ലോക്കൽ ഏരിയയിലെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയണം. ഇതൊക്കെയാണ് ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ആത്മീകമായിട്ടുള്ള ഒരു 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 കാലാവസ്ഥയ്ക്ക് പൂർണ്ണമായ മാറ്റം വരുത്തുക എന്ന് പറയുന്നതിന്റെ സാരം എന്ന് പറയുന്നത്. എഫേസ്യർ 3:9-10 നമ്മൾ വായിച്ചാൽ നമുക്ക് ഈ ഒരു കാര്യം ബോധ്യമാവുന്ന കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സഭ മുഖാന്തരം ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം വെളിവായി വരുന്നു എന്നൊരു വാക്ക് അവിടെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. സഭ മുഖാന്തരം ലോകത്തിന് മാത്രമല്ല, പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് ഹെവൻലി പ്ലേസസ്, പൈശാചികമായിട്ടുള്ള ഓരോ ഫോഴ്സുകൾക്കും ശക്തികൾക്കും ചുറ്റുപാടുമുള്ള ജനങ്ങൾക്കും ദൈവത്തിന് തന്നെയും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തരമാണ് വെളിവായി വരുന്നത്. സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളും അതിനകത്ത് പെട്ടിട്ടുണ്ട്. അപ്പൊ ദൈവത്തിനെ കുറിച്ചുള്ള ഒരു ബഹുവിധമായ ജ്ഞാനം നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് സമൂഹത്തിന്റെ വിഷയം. ദൈവം ആരാണ്, എന്താണ്, ദൈവത്തിന്റെ സ്വഭാവം എന്താണ്, ദൈവം എങ്ങനെയാണ് ഒരു മനുഷ്യനെ ചേഞ്ച് ചെയ്യുന്നത്, ഇതെല്ലാം
അറിയണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് വന്നതായിട്ടുള്ള സമൂഹം, അതാണ് ഈ കിങ്ഡം എന്ന് പറയുന്നത്. ഈ കിങ്ഡം എന്ന് പറയും, സഭ എന്ന് പറയുന്നത്. അപ്പൊ ചേഞ്ച് വന്നതായിട്ടുള്ള സമൂഹത്തിലൂടെ മാത്രമേ ചേഞ്ച് വരാത്ത ഒരു സമൂഹത്തിന് കാണാൻ പറ്റത്തുള്ളൂ എന്താണ് ഈ മാറ്റം എന്നുള്ളത്. അപ്പം ഈ മാറ്റത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ കഴിയും. ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പൊ ദൈവരാജ്യം അല്ലെങ്കിൽ സഭ എന്ന് പറയുന്ന ചട്ടക്കൂട് നമ്മൾ നോക്കിയാൽ അവിടെ ദൈവമുണ്ട്, അവിടെ ദൈവത്തിന്റെ പ്രമാണങ്ങളുണ്ട്, ദൈവത്തിന്റെ വചനമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇതിലൂടെയൊക്കെ പ്രമാണിക്കുന്ന സത്യങ്ങൾ പല വ്യക്തികളെയും ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുന്നത് സഭയുടെ പുറത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്കാണ്. അപ്പൊ അവർക്ക് മനസ്സിലാവും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം ഇങ്ങനെയാണ് കടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പോ എന്ത് സംഭവിക്കും? അവർക്ക് ഈ സുവിശേഷത്തോടുള്ള ഒരു അട്രാക്ഷൻ അവർക്ക് വരും. അതാണ് ആ എഫേസ്യർ 3:9-10 വാക്യം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. റോമൻസ് 13:1-2 നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എങ്ങനെയാണ് ബിബ്ലിക്കൽ സെൻസിൽ അല്ലെങ്കിൽ ദൈവിക വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗവൺമെന്റിനെ ഫോളോ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് പ്രയാസം നേരിട്ടാലും കഷ്ടത അനുഭവിച്ചാലും ഗവൺമെന്റിനോട് പ്രതികരിക്കുന്നത്, ഇതെല്ലാം വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. അതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് അതുകൊണ്ടാണ് അത് പറഞ്ഞതും. നമ്മുടെ സഫറിങ്ങിലൂടെ നമ്മൾ അൺറൈറ്റ്യസ്നെസ് ആണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ ഉള്ളിലൊരു ബോധ്യമുണ്ടെങ്കിലും നമ്മൾ ഫോളോ ചെയ്യേണ്ടുന്ന അതോറിറ്റിക്ക് കീഴിലാക്കി നമ്മളെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നത് കാണുവാൻ തക്കവണ്ണം ലോകത്തിന് കഴിയും. അവിടെയാണ് ആ വ്യത്യാസം വരുന്നത്. അതിലൂടെ ലോകം ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. ദൈവവിശ്വാസികൾ നമ്മൾ പലരും തന്നെ ഗവൺമെന്റിനെ ഫോളോ ചെയ്യുവാൻ വില്ലിങ് ആവാത്ത ഒരുപാട് പേരുണ്ട്. ഗവൺമെന്റ് റൂൾസ് ഫോളോ ചെയ്യുവാൻ പ്രയാസമുള്ളവര് പലരുണ്ട്. അതോറിറ്റികളെ റെസിസ്റ്റ് ചെയ്യുന്ന പലരുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നത് അതല്ല. അപ്പം ഗോഡ്സ് മാനിഫോൾഡ് വിസ്ഡം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഒരുപാട് ചിന്തകൾക്കും വിപരീതമായിട്ട് തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന ഒരുപാട് ആശയങ്ങള് ഈ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനത്തിൽ കിടപ്പുണ്ട്. അൾട്ടിമേറ്റ്ലി എല്ലാത്തിൻ്റെയും കൺട്രോൾ ദൈവമാണെന്നുള്ള അറിവ് തന്നെ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. നമ്മൾ വിചാരിക്കാറുണ്ട് ചില കാര്യങ്ങളെങ്കിലും ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത്, ചില കാര്യങ്ങളെങ്കിലും മനുഷ്യരുടെ മേലാണ് അധികാരം ഇരിക്കുന്നത് എന്ന് ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് ചില കാര്യത്തിൽ നമ്മൾക്ക് ദൈവത്തെ അനുസരിക്കാൻ പ്രയാസം നമ്മൾ നേരിടാറുണ്ട്. ചില ബോസുമാർ മൂർഖന്മാരായിരിക്കും, പക്ഷെ അവരെ അനുസരിക്കണമെന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കാരണം നമ്മുടെ മേൽ അധികാരസ്ഥൻ ആക്കി വയ്ക്കുവാൻ കഴിവുള്ളവൻ ദൈവമാണ്. ദൈവമാണ് നമ്മുടെ രാജ്യത്തിന്റെ മേൽ ആരെ അധികാരസ്ഥനാക്കി വെക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു ആശയം നമ്മുടെ തലയിൽ കയറിയാൽ മാത്രമേ നമുക്ക് ഈ മുകളിൽ ഇരിക്കുന്ന വ്യക്തി പറയുന്ന കാര്യം അത് എത്ര പ്രശ്നമുള്ളതാണെങ്കിലും നമ്മൾക്കത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാതെ വരും. ദൈവിക ആലോചന അല്ലെങ്കിൽ ദൈവത്തോടുള്ള ആരാധനയ്ക്കും ദൈവത്തോടുള്ള ദൈവം എന്ന് പറയുന്ന
അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തോടും എതിരിടുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് എതിരിടാനുള്ള അധികാരമുള്ളൂ. ബാക്കിയുള്ള ഒരു കാര്യത്തിലും നമുക്ക് അധികാരമില്ല. ഇത് ആശയപരമായിട്ട് നമ്മളെ കൺഫ്യൂഷനിൽ എത്തിക്കുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യുവാനായിട്ടാണ് ദൈവം നമ്മളെ ഈ ലോകത്തിലാക്കി വെച്ചതെങ്കിൽ ദൈവത്തിന്റെ പ്ലാനുകൾക്കും പദ്ധതികൾക്കും അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ അതിന് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇതാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ പറയട്ടെ, ക്രിയേറ്റിംഗ് an expectancy. നമുക്കൊരു പ്രതീക്ഷ വച്ച് പുലർത്തണം എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതൊരു ആത്മീകമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ അതൊരു വിശ്വാസത്തിന്റെ കാതലായിട്ടുള്ള ഒരു അംശമാണ്. നമ്മൾ എങ്ങനെയാണ് ഈ എക്സ്പെക്ടൻസി അല്ലെങ്കിൽ പ്രതീക്ഷകൾ വച്ച് പുലർത്താൻ നമുക്ക് കഴിയുന്നത്? ബൈ അവർ വേർഡ്സ് ഓൺലി. നമുക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് മാത്രമേ അത് കഴിയത്തുള്ളൂ. പ്രോബ്സ് 18:20-21 വായിക്കുമ്പോൾ നമുക്ക് അറിയാം, വേർഡ്സ് ക്രിയേറ്റ്. ഈ വചനം ചിലത് സൃഷ്ടിച്ച് എടുക്കുമെന്നാണ് പറയുന്നത്. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. പ്രൊഡ്യൂസ് ഡെത്ത് ഓർ ലൈഫ് എന്നാണ് പറയുന്നത്. ആ വാക്യത്തിന് വളരെയധികം മീനിങ് ഉള്ള ഒരു വാക്യമാണത്. നിങ്ങളുടെ നാവിന്റെ തുമ്പിൽ മരണവും ജീവനും കിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് വെറും വീൺവാക്കായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വചനമല്ല. നമ്മുടെ ഉള്ളിൽ എന്ത് കിടക്കുന്നു എന്നുള്ളത് ആണ് നമ്മൾ പ്രസ്താവിക്കുന്നത്. അപ്പൊ ഏത് രീതിയിലാണ് നമ്മൾ ഒരു കാര്യത്തെ എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് കടന്നു വരുന്നത്. അവിടെയാണ് ആ വാക്യത്തിന്റെ പ്രസക്തി കിടക്കുന്നത്. ലൂക്കോസ് 5-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യം നമ്മൾ നോക്കുമ്പോൾ യഹൂദന്മാരുടെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ട് പോലും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? എതിർപ്പുകൾ ഒരുപാടുണ്ട് അവിടെ, പക്ഷെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, എക്സ്പെക്ടൻസി ഓഫ് ദ പീപ്പിൾ ആണ്. ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് തുല്യമായിട്ടാണ് കർത്താവിന്റെ വാക്കുകൾ അവിടെ ഫലിച്ചതും അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയതും. അപ്പൊ ചില സമയത്ത് ജനങ്ങൾക്ക് എക്സ്പെക്ടൻസി ഉണ്ടെങ്കിൽ, എതിർപ്പുകൾ ഉണ്ടെങ്കിലും ജനങ്ങളുടെ മധ്യത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. അതാണ് ഈ ലൂക്കോസ് 5:15-17 നമ്മൾ വായിച്ചത്. എന്നാൽ മറ്റൊരു ഭാഗത്ത് മർക്കോസ് എഴുതിയ സുവിശേഷം 6:16 നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയോ? അവിടെ ഒരു അൺബിലീഫും സംശയവും നിന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ നമ്മൾ വായിക്കുന്ന അതാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ആർക്കെങ്കിലും അത് ബൈബിൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. മർക്കോസ് 6:1 മുതൽ 6 വരെ ഞാൻ വായിക്കാം. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു, തന്റെ പിതൃനഗരത്തിൽ ചെന്നു. അവന്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. ശബ്ബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. ഇവ എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസ, യൂദ, ശീമോൻ എന്നവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോട് കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞു. അവങ്കൽ ഇടറിപ്പോയി. യേശു അവരോട്,
ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായിട്ട് അവൻ ആശ്ചര്യപ്പെട്ടു. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെയുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് അൺബിലീഫ് ആൻഡ് ഡൗട്ട്. അതാണ് സംഭവിച്ചത്. ഇവൻ ആ തച്ചന്റെ മകനല്ലേ, ഇവനെങ്ങനെ കാര്യങ്ങൾ നടക്കാൻ പറ്റുന്നത്? There was issues of unbelief and doubt. ഇവിടെ കാര്യങ്ങൾ നടന്നില്ല. കർത്താവിന്റെ അത്ഭുതങ്ങൾ നടക്കുവാൻ പ്രയാസപ്പെട്ടു. അതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇത്തരം സന്ദർഭങ്ങള് കുറിച്ചാണ് നമ്മൾ ഈ അറ്റ്മോസ്ഫിയർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. സോ മത്തായി 12:34 പറയുന്നുണ്ട്, ഔട്ട് ഓഫ് ദ അബൻഡൻസ് ഓഫ് ദ ഹാർട്ട് ദ മൗത്ത് സ്പീക്സ് എന്നാണ്. അപ്പം എന്ത് മനുഷ്യ ഹൃദയത്തിൽ കിടക്കുന്നുവോ ആ മനുഷ്യ ഹൃദയത്തിൽ കിടക്കുന്ന കാര്യങ്ങളാണ് ആക്ച്വലി നമ്മൾ വായ കൊണ്ട് പറയുന്നത്. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ആയിരിക്കും നമ്മുടെ പുറത്തേക്ക് വരുന്നത്. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഉള്ളിൽ കിടക്കുന്ന ചെറിയ ഡൗട്ടാ. അപ്പൊ ആ ഡൗട്ട് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയോ, നമുക്ക് ഒരു പ്രവർത്തനം കാണുവാൻ കഴിയത്തില്ല. ദൈവത്തിന് ആ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആവത്തില്ല. അവിടെ നമ്മുടെ വാക്കുകളും നമ്മുടെ ഹൃദയവും തമ്മിൽ യോജിച്ച് നിൽക്കുകയാണ്. വിശ്വാസം ഉണ്ടെന്ന് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രസ്താവിക്കുന്ന കാര്യത്തിനൊരു ഒരു അർത്ഥമുണ്ടാകത്തുള്ളൂ. So the atmosphere of unbelief or strife is created in the same way as the spirit of faith or expectancy by the word. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്ന വാക്കുകള്, പ്രവൃത്തികൾ, അല്ലെ വാക്കുകളിലൂടെ ഒരു പ്രതീക്ഷയും വിശ്വാസവും ഉണ്ടെങ്കിലും അത് കാണുവാനായിട്ട് കഴിയും. നമ്മൾ പറയുന്ന വാക്കുകൾ ഹൃദയത്തിന്റെ ഉള്ളിൽ അതേപടി വിശ്വസിച്ചിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകാൻ തുടങ്ങും. എന്നാൽ പലപ്പോഴും അതിന് ഒപ്പോസിഷൻ ആണ് സംഭവിക്കാറ്. ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നമ്മൾ സുവിശേഷം പറയാനായിട്ട് പോകുന്നോ ട്രാക്ട് കൊടുക്കാനായിട്ട് പോകുമ്പോഴോ പോലും നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നെന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ നടക്കുമോ എന്നുള്ള ഒരു മനസ്സിലൊരു തോട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ നടക്കാൻ സാധ്യത കുറവാണ്. ദൈവം അവിടെ പ്രവർത്തിക്കുമെന്നുള്ള ഒരു എക്സ്പെക്ടൻസിയോട് കൂടി പോയാൽ മാത്രമേ ജനങ്ങൾ അവിടെ രക്ഷിക്കപ്പെടത്തുള്ളൂ, ജനങ്ങൾ സൗഖ്യമാകത്തുള്ളൂ, ജനങ്ങൾക്ക് ഡെലിവറൻസ് ഉണ്ടാകത്തുള്ളൂ, മിറക്കിൾസ് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കില്ല. ദൈവവചനം വിശ്വാസത്താൽ പ്രസംഗിക്കാതെ ഒരു കാരണവശാലും വചനം ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുവാൻ പ്രയാസമാണ്. അപ്പോ നമ്മളൊരു വീട്ടിലായിക്കൊള്ളട്ടെ, ഒരു സ്ഥലത്തായിക്കൊള്ളട്ടെ, ഒരു സിറ്റിയിലായിക്കൊള്ളട്ടെ, എവിടെയാണെങ്കിലും ഒരു ടെറിട്ടറിയിൽ നമ്മൾ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്വാസത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുവാനോ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഹൃദയം എത്രത്തോളം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയമാണ്. ആ ഹൃദയത്തിന്റെ ഉറപ്പ് ആയിരിക്കണം നമ്മുടെ വായിൽ നിന്ന് പ്രസ്താവിക്കുന്ന വാക്കുകൾ ഓരോന്നും. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു ചേഞ്ച് വരുത്തുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ.
റോമൻസ് 4:19 മുതൽ 21 വരെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവിടെ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ വായിക്കുന്നുണ്ട്. റോമൻസ് 4:19 മുതൽ 21 വരെയുള്ള വാക്യം. ഞാനത് പെട്ടെന്ന് വായിക്കാം. റോമൻസ് 4:19 മുതൽ 21 വരെയുള്ള വാക്യം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഈ ഭാഗം നമുക്കറിയാവുന്ന കാര്യമാണ്. എബ്രഹാമുമായി ബന്ധപ്പെട്ട്, എബ്രഹാമും സാറയുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണിത്. ശരിക്കും പല സന്ദർഭങ്ങളിൽ എബ്രഹാമിന് ദൈവം കൊടുത്ത പ്രോമിസുകളെ അവിശ്വസിച്ചിട്ടുള്ള എബ്രഹാമിനെ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലായിരുന്നു എബ്രഹാമിന് ആദ്യം കൊടുത്തായിട്ടുള്ള പ്രോമിസ്. ഇത് കേട്ടോണ്ടാണ് എബ്രഹാം ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എബ്രഹാമിന് തന്നെ സംശയം വരാൻ തുടങ്ങി. അത് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ 15-ാം അധ്യായത്തില് ദൈവം എബ്രഹാമിനോട് വീണ്ടും ഇടപെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ എബ്രഹാമിനെ ഉറപ്പിച്ചു നിർത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ ഉറപ്പ് കിട്ടിയതിന് ശേഷം തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചിലത് കയറിക്കൂടി, വിശ്വാസം കയറിക്കൂടി. അപ്പൊ അങ്ങനെ വന്നപ്പോഴ് തന്റെ ശരീരത്തിന്റെ ക്ഷീണമോ സാറയുടെ ഗർഭപാത്രത്തിന്റെ അവസ്ഥയോ ഇതൊന്നും ചിന്തിക്കാനായിട്ടുള്ള സമയം പിന്നെ ഇല്ല. പിന്നെ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കുകയില്ല. അവിടെയാണ് വിശ്വാസം പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പം സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വത്തെ കുറിച്ചും തന്റെ ഏജിനെ കുറിച്ചും ഒന്നും ചിന്തിക്കാനായിട്ട് പിന്നെ എബ്രഹാമിന് കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായിട്ട് ഉറച്ചു എന്നാ പറയുന്നത്. അപ്പൊ അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ തക്കവണ്ണം പൂർണ്ണമായിട്ട് ഉറച്ചു. ആര്? ദൈവം വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ തക്കവണ്ണം മതിയായവനാണെന്നുള്ള കാര്യം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറച്ചു. എബ്രഹാമിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറച്ചു. അപ്പൊ ഈ ഉറപ്പാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ആക്ച്വലി നമുക്ക് ഈ ഇത് മാത്രം, ഇതാണ് എൻ്റെ ഒരു പ്രസംഗ, ഈ ഒരു ടോപ്പിക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ ഈ എക്സ്പെക്ടേഷന്റെ, ഈ പ്രതീക്ഷയുടെ ഈ ഉറപ്പ് എങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും ഉറപ്പിക്കാം എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം, ദൈവവചനം ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ്. ദൈവവചനത്തെ നമ്മൾ പ്രസ്താവിക്കുക. അതിലൂടെയാണ് നമ്മൾ ഈ വിശ്വാസം നമ്മൾ ഉറപ്പിച്ചു നിർത്തുന്നത്. വളരെ ബോൾഡായിട്ട്, വളരെ ധൈര്യത്തോടു കൂടി, ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ ദൈവവചനത്തെ നമ്മൾ ഡിക്ലെയർ ചെയ്യുക. യെസ്, ഇറ്റ് വിൽ ഹാപ്പൻ. ദിസ് വിൽ ഹാപ്പൻ ഇൻ മൈ ലൈഫ്. ഗോഡ് ഹാസ് പ്രോമിസ്ഡ് മീ ദിസ് വിൽ ഹാപ്പൻ. രണ്ടാമതായിട്ട്, സ്പീക്ക് ഔട്ട്, സ്പീക്ക് ദ റിവീൽഡ് വേർഡ് ഓർ വിൽ ഓഫ് ഗോഡ്. സ്പീക്ക് the promises of God. Talk about Jesus has done and is doing now. നമ്മൾ സ്പീക്ക് ഔട്ട് ചെയ്യാം. യെസ്, he is able to do. കർത്താവ് ചെയ്യും, കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ കടന്നുപോയ സാഹചര്യത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി ഇത് പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ പല സാക്ഷ്യങ്ങളും ആ സമയത്താണ് നമ്മൾ ഓർക്കുന്നത്. അത് ഓർത്ത് നമ്മളത് പറയണം. ഒന്ന്, ഡിക്ലെയർ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം നമ്മൾ പറയുക, നമ്മൾ ഡിക്ലെയർ ചെയ്യുക. യെസ്, ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. രണ്ട്, സ്പീക്ക് വാട്ട് യു ഹാവ് റിവീൽഡ്. ദൈവം, വാട്ട് ഗോഡ് ഹാസ് റിവീൽഡ് ടു യു. ചിലപ്പോൾ ചില റീമ വേർഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ചില സങ്കീർത്തനങ്ങളായിരിക്കും, ചില വചനഭാഗങ്ങളായിരിക്കും,
ചില ഓൾറെഡി സംഭവിച്ച ചില സാക്ഷ്യങ്ങളായിരിക്കും. ഇതൊക്കെ ആയിരിക്കും. ഇതെല്ലാം യു ജസ്റ്റ് സ്റ്റാർട്ട് സ്പീക്കിംഗ് ഔട്ട്. യെസ് ലോർഡ്, യു ഹാവ് ഡൺ ദിസ്, യു ഹാവ് ഡൺ ദിസ് when I was going through this type of a trouble, and you are the same God now, so you are able to do it. Then third, prayer, പ്രാർത്ഥനയിൽ നമ്മൾ ജാഗരിച്ചുകൊണ്ടിരിക്കുക. Always you start praying. എല്ലാ സമയങ്ങളിലും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. കുളിക്കുമ്പോഴും, നടക്കുമ്പോഴും, ഇരിക്കുമ്പോഴും, കിടക്കുമ്പോഴും, ഉറങ്ങാൻ പോകുമ്പോഴും, ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴും ഒക്കെ every time we can pray, Lord, you are going to do. Thank you, Father, for that. I request the Lord Jesus, you do it. Then give praise and thanksgiving. സംഭവിച്ച കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ള രീതിയിൽ തന്നെ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞതുപോലെ സ്തോത്രത്തോടു കൂടി സകലതിനും നന്ദി പറയുന്ന ഹൃദയം നമ്മൾ തുറന്നു വെക്കുക ദൈവത്തിന്റെ സന്നിധിയിൽ. സോ ഒന്ന്, ഡിക്ലെയർ ദ വേർഡ് ഓഫ് ഗോഡ്. രണ്ട്, സ്പീക്ക് ദ റിവീൽഡ് വേർഡ്. മൂന്ന്, പ്രയർ. നാല്, പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിംഗ്. ഇതിലൂടെയാണ് നമുക്ക് മുൻപ് കണ്ടതായിട്ടുള്ള ഈ എക്സ്പെക്ടൻസി, ഓക്കെ, ഇത് സംഭവിക്കും, പ്രതീക്ഷകള് വച്ചു പുലർത്താനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. സമയം നമുക്കറിയത്തില്ല ദൈവം എന്നാ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ദൈവം തക്കതായിട്ടുള്ള സമയത്ത് അവൻ പ്രവർത്തിക്കും. അപ്പൊ ദൈവവചനം ആ രീതിയിൽ സംസാരിച്ച്, വിശ്വാസത്തിൽ സംസാരിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ശത്രുവിനെ അവിടെ എതിർത്ത്, ശത്രുവിനെ അവിടെ തടഞ്ഞു നിർത്തും. ദൈവത്തിന്റെ വലിയ പ്രവർത്തനം അവിടെ നടക്കാൻ തുടങ്ങുന്നത് കാണാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ശക്തി ആ ഭാഗത്ത് റിലീസ് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ കാര്യങ്ങളെ ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ വില്ല്, ദൈവത്തിന്റെ ഇച്ഛ സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ശത്രുവിന്റെ സകല പ്രവർത്തനങ്ങളും തടസ്സപ്പെടുന്നത് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ദൈവത്തിന്റെ ശക്തി റിലീസ് ചെയ്യുന്നത് കാണുവാനായിട്ട് കഴിയും. ഇതാ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് നമുക്ക് പറയാം, നമ്മുടെ സാക്ഷ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾക്ക് മുൻപ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളും സാക്ഷ്യങ്ങളും നമ്മൾ ഓർത്തെടുത്ത് കർത്താവിന് നന്ദി പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മളെ അഫോം ചെയ്യും, നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കും, നമ്മുടെ എക്സ്പെക്ടൻസി കൂട്ടും, നമ്മുടെ പ്രതീക്ഷകൾ കൂട്ടാൻ തുടങ്ങും. പ്രതീക്ഷകൾ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ തക്ക സമയത്ത് നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, പൗലോസിന്റെയും ശീലാസിന്റെയും അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അപ്പോസ്തലപ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം അതിന്റെ 22 മുതൽ 34 വരെയുള്ള സന്ദർഭങ്ങൾ, അവിടെ വലിയൊരു സന്ദർഭത്തെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 22 മുതൽ 34 വരെയുള്ള ഭാഗത്ത് പൗലോസിനെയും ശീലാസിനെയും അവർ ചെയ്തതായിട്ടുള്ള ചെറിയ കാര്യങ്ങളിൽ അവർക്ക്, ആ ജനങ്ങൾക്ക്, കൂടി നിന്ന ജനങ്ങൾക്ക്, അതിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് നഷ്ടം സംഭവിക്കുന്നത് കണ്ടപ്പോൾ, പൈശാചിക പ്രവർത്തനത്തെ തടസ്സം വരുത്തുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പൗലോസിനെയും ശീലാസിനെയും പിടിപ്പിച്ച് കെട്ടി അവരെ കൊണ്ടുവരുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ അവിടെ കാണുന്നത്. അവരെന്ത് ചെയ്തു? അവര് അധിപതികളുടെ മുൻപിൽ കൊണ്ട് നിർത്തി അവർ പട്ടണത്തെ കലക്കുന്നു. റോമർക്കാരായ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, അനുസരിക്കാൻ കഴിയാത്ത പല ആചാരങ്ങൾ അവർ പ്രസംഗിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് അവരെ ഇളക്കി, ജനങ്ങളെ എല്ലാം ഇളക്കി അവര്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചു കീറി കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടിപ്പിച്ചു, തടവിലാക്കി. കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷിക്കാൻ പറഞ്ഞു. അവരെന്ത് ചെയ്തു? അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച്
ദൈവത്തെ പാടി സ്തുതിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കിയ സിറ്റുവേഷൻ അതാണ്. അപ്പൊ മുൻപുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ, ഒരു അറ്റ്മോസ്ഫിയർ എന്തായിരുന്നു? മഹാപ്രശ്നം, കലുഷിതമായിട്ടുള്ള, ജനങ്ങൾ മുഴുവൻ തിരിഞ്ഞ് ആകെ പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു പട്ടണം മുഴുവൻ ആകെ കലങ്ങി മറിഞ്ഞ് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ആ സിറ്റുവേഷന് മാറ്റം വരാൻ പോകുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അവരെ പിടിച്ചു കെട്ടി ആമത്തിലിട്ടു, അവരെ ജയിലിലാക്കി. അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവരുടെ ജീവിതത്തിന്റെ ശൈലി എന്താണോ അത് അവർ ചെയ്യാൻ തുടങ്ങി. അതിപ്പോ ആമത്തിലാണെങ്കിലും ശരി, അവർ ഏത് സാഹചര്യത്തിലൂടെ അവർ കടന്നു പോകുന്നവരാണെങ്കിലും ശരി, അവർക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള സമയത്ത് അവർ ദൈവത്തെ ആരാധിക്കും. അവർ പ്രാർത്ഥിക്കാനുള്ള സമയത്ത് അവർ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. അത്രേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യാനായിട്ട് അവര് വേറെ കാര്യങ്ങളൊന്നും അവിടെ ചെയ്തില്ല. അവരുടെ ജീവിതത്തിന്റെ രീതി തന്നെ അവർ പിന്തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ക്രിസ്തീയ വിശ്വാസത്തിലായിരിക്കുമ്പോൾ തന്നെയും സംഭവിക്കുന്ന നെഗറ്റീവുകൾ, രോഗമാകാം, ഭാരമാകാം, പ്രയാസമാകാം, പെർസിക്യൂഷൻ ആകാം, എന്ത് തരത്തിലുള്ള സാഹചര്യത്തിലൂടെയും നമ്മൾ കടന്നു പോകും. ഈ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യും. പക്ഷേ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ഈ അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്ത അറ്റ്മോസ്ഫിയറിനെ തിരിച്ച് ആത്മീക അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടതുമില്ല. നമ്മൾ എന്ത് അനുവർത്തിച്ചു പോരുന്നുവോ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചേക്കുക, ആരാധിക്കുന്നവരാണെങ്കിൽ നമ്മൾ ആരാധിച്ചേക്കുക, സംസാരിക്കുന്നവരാണെങ്കിൽ നമ്മൾ സംസാരിച്ചേക്കുക. എന്താണോ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് തരത്തിലുള്ള ഡിസിപ്ലിൻ ആണോ, ഏത് തരത്തിലുള്ള ലൈഫ് സ്റ്റൈലാണോ നമുക്കുള്ളത്, അത് നമ്മൾ ഫോളോ ചെയ്യുക. പൗലോസും സിലാസും ചെയ്ത ഒരൊറ്റ കാര്യം അത് മാത്രമേ ഉള്ളൂ. ദേ സ്റ്റാർട്ടഡ് ഡൂയിങ് ദെയർ ലൈഫ് സ്റ്റൈൽ. എന്താണ് ലൈഫ് സ്റ്റൈൽ? വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. വർഷിപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അറ്റ്മോസ്ഫിയർ മുഴുവൻ ചേഞ്ച് ചെയ്തു. നിങ്ങൾക്കറിയാം, ആ സ്റ്റോറി ഞാൻ പറയുന്നില്ല. ഒരു വലിയ മാറ്റമുണ്ടായി. അത് അവരുടെ ജീവിതത്തിലല്ല ആ മാറ്റം ഉണ്ടായത്. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ചേഞ്ചിന് നിദാനമായിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് ടോട്ടൽ ദ എൻറ്റയർ അറ്റ്മോസ്ഫിയറിലാണ് ചേഞ്ച് ചെയ്യുന്നത്. ഒരുപക്ഷെ രാജ്യമാണെങ്കിൽ രാജ്യത്താണ് ചേഞ്ച് ചെയ്യുന്നത്, അല്ല ജയിലാണെങ്കിൽ ജയിലിലാണ്, അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ മധ്യത്തിലുള്ള ഒരു 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 ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഉള്ളിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെയാണ് ചേഞ്ച് വരുന്നത്. ദൈവം അവിടെയാണ് ചേഞ്ച് വരുത്തുന്നത്. ആ വ്യത്യാസം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ നമ്മളെ കുറിച്ച് ദൈവം ആലോചിക്കുന്ന കാര്യം അതാണ്. എഫേഷ്യൻസ് 5:18-20, സങ്കീർത്തനം 50:14-15 ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അവർ പ്രേസ് ആൻഡ് വർഷിപ്പ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ആൻഡ് പ്രൊസീഡ് ഫ്രം അവർ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ജീസസ്. പൗലോസും ശിലാസും ഇവിടെ തങ്ങളുടെ ജീവിതത്തിന്റെ റിലേഷൻഷിപ്പ്, ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ആണ് അവിടെ തുറന്നിട്ടത്. വേറൊന്നുമില്ല. സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അവര് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുന്നത് അവരുടെ പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. കർത്താവുമായിട്ടുള്ള അവരുടെ വ്യക്തിപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടാണ് അവരെ പ്രാർത്ഥിച്ചത്. അല്ലാതെ അവിടെ പ്രത്യേകമായിട്ട് എന്നാ ശരി, എന്നാ ഇവരെല്ലാം എന്ത് തോന്നിയ ദിവസം കാണിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല അവിടെ, അങ്ങനെ ആരാധിക്കുന്ന ഒരു ആരാധനയല്ല അവിടെ സംഭവിച്ചത്. അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലൂടെ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കടന്നു വന്നതായിട്ടുള്ള ദൈവവചനം, ദൈവത്തിന്റെ ആരാധന, അവിടെ അതാണ് ആ അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്തത്. നമ്മൾ പഠിപ്പിക്കുന്ന പോലെയും പാടുന്ന പോലെയും നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്നാ പിന്നെ അങ്ങോട്ട് ആരാധിച്ചാൽ മതി എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈൽ അല്ല ഇത്. ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് തിങ്. പലരും ആ രീതിയിലാണ് അതിനെയൊക്കെ കാണുന്നത്. അങ്ങനെ കാണാനല്ല ദൈവത്തിന്റെ വചനം അവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കൊരു
നെഗറ്റീവ് സാഹചര്യം വരുമ്പോ എന്നാ പിന്നെ നിങ്ങൾ അങ്ങ് ആരാധിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നതോ ആർക്കും പറയാൻ പറ്റും. വേറൊന്നും ചെയ്യാനില്ലല്ലോ അവിടെ. വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നെങ്കിലും, അല്ലെങ്കിൽ ക്യാരംസ് ബോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ക്യാരംസ് കളിച്ചോണ്ടിരുന്നു. ചെസ് ബോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചെസ്സും കളിച്ചോണ്ടിരുന്നു. അതല്ല TV ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ TV കണ്ടുകൊണ്ടിരുന്നു. ദാറ്റ് ഈസ് നോട്ട് ദ കേസ്. ഇത് എന്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈലാണ്. എന്നെ പിടിച്ചിട്ടു, എനിക്ക് രോഗം വന്നു, എനിക്ക് പ്രയാസം വന്നു, എനിക്ക് ബുദ്ധിമുട്ട് വന്നു, ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലില് എനിക്ക് ചെയ്യേണ്ടുന്ന ജോലി ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ കർത്താവിനെ ആരാധിക്കുന്ന സമയമായി, ഞാൻ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഓക്കെ, ആരാധിച്ചു, സ്തുതിച്ചു, കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇതാണ് സിറ്റുവേഷൻസ്. ദൈവം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരുപാട് വ്യത്യാസമുണ്ട് അത് തമ്മിൽ. ഇവിടെയാണ് അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യുന്നതായിട്ടുള്ള പ്രാർത്ഥന, അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ്. ഇതാണ്, അതിലേക്കാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടത്. ഇതൊരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് തീരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവർ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ഈസ് ചേഞ്ചിങ് ദ സിറ്റുവേഷൻസ്. It was not Paul and Silas just praising and just praying the Lord. It was because their ഒരു ട്രബിൾ ആയപ്പോ, നമ്മളെല്ലാവരും ചെയ്യുന്ന എന്താണ്? ഒരു ട്രബിൾ ആയി കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ, എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് അങ്ങ് പറയും. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയെ കുറിച്ചല്ല അവിടെ പറയുന്നത്. ശിലാസും പൗലോസും ചെയ്ത പ്രാർത്ഥന അതല്ല. നമ്മൾ ആരെങ്കിലും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ചേഞ്ച്. There should be a paradigm shift. ട്രബിൾ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങ് പ്രാർത്ഥിച്ചാൽ in all prayer and this thing it will. Sure, that is a usual thing. In trouble and in problems, definitely all people will pray. ട്രബിളും ഇല്ല, പ്രയാസവും ഇല്ല, ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഈ പ്രയറും ഈ വർഷിപ്പും ഈ കർത്താവുമായിട്ടുള്ള ഇന്റിമേറ്റ് റിലേഷൻഷിപ്പും ഉണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, യു ആർ റൈറ്റ്. When the trouble comes, when you are starting praying, there will be atmosphere, there will be changes of atmosphere. ഞാൻ അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. This was a lifestyle. 2 കൊരിന്ത്യർ അതിന്റെ 1 മുതൽ അതിന്റെ 8, 2 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം അതിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യം കൂടി ഞാനൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം അതിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യം. Yes. സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിൽ അല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചുമിരിക്കുന്നു. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണ നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരും. ഇവിടെ നമ്മൾ വായിച്ചതായിട്ടുള്ള കാര്യം, കഷ്ടതയുടെ ഭയങ്കര പ്രയാസത്തില് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങളിലല്ല, മരിച്ചവർ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നതായിട്ടുള്ള സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും അവർ മേലാലും വിടുവിക്കുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം, ആ ആശ, ആ എക്സ്പെക്ടേഷൻ, അതായിരുന്നു അവരെ ജീവിതത്തിലേക്ക് വീണ്ടും മുന്നോട്ട് നയിച്ചത്. കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ആശയും നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു പ്രതീക്ഷയിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം.
അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നതായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്. പ്രാർത്ഥന, ആരാധന, ഇതെല്ലാം തന്നെ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വിഷയങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു തിട്ടവുമില്ലാത്ത കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും വളരെ എക്സ്പെക്ടേഷനോടുകൂടി ദൈവസന്നിധിയിൽ നിൽക്കാനും പ്രാർത്ഥിക്കാനും ആരാധന കൊടുപ്പാനും നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു മുന്നോട്ടുള്ള ഗമനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. സങ്കീർത്തനം 50:14-15 വാക്യത്തിൽ പറയുന്നുണ്ട്, ഓഫർ സാക്രിഫൈസ് unto God thanksgiving and pay the vows unto the Most High and call upon me in the day of trouble. I will deliver thee and thou shalt glorify me. Thanksgiving, അതായത് വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി കർത്താവിനോട് യാചിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കുക. അങ്ങനെ വളർത്തിയെടുത്തു കഴിയുമ്പോഴത്തേക്കും ഏതൊരു ട്രബിളിന്റെ മധ്യത്തിലും കർത്താവിനെ വിളിച്ചു കഴിയുന്ന സന്ദർഭത്തിൽ അവൻ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ വിടുവിക്കുമെന്നുള്ളതാണ് ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടിരിക്കാം. കർത്താവ് നമ്മളെ കാക്കും, നമ്മളെ പരിപാലിക്കും. നമ്മളെക്കുറിച്ച് ദൈവം ആലോചിക്കുന്നതായിട്ടുള്ള ആ മേഖലകളിലേക്ക് നമുക്ക് തിരികെ വരാം. ഈ അറ്റ്മോസ്ഫിയറിനെ മുഴുവൻ ചേഞ്ച് ചെയ്യുന്നതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കർത്താവ് നമ്മളെ വഴി നടത്തട്ടെ. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യമായി മാറട്ടെ. താങ്ക്സ് ഗിവിംഗ് ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന റൈച്ചസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ നമ്മൾ കർത്താവുമായിട്ട്, ദൈവത്തിന്റെ വചനവുമായിട്ട്, പരിശുദ്ധാത്മാവുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്ത് കർത്താവിന്റെ കീഴാക്കി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കർത്താവ് നമ്മളെ ഈ രാവിലെ സമയം സഹായിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലോർഡ്, ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളെക്കുറിച്ച് അങ്ങ് ആലോചിക്കുന്നത് പോലെ ഞങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അന്ധകാരത്തിന്റെ ശക്തിയും പ്രകാശമില്ലായ്മയും ഒക്കെ കാണുന്നുണ്ടെങ്കിലും കർത്താവെ, അതിനെല്ലാം തരണം ചെയ്ത് അതിനെല്ലാം മാറ്റിക്കളഞ്ഞ് പ്രകാശം വമിക്കുന്ന ഒരു ലോകത്തിലേക്ക് കർത്താവെ നയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ജീവിത രീതികളും ഞങ്ങളുടെ സാക്ഷ്യങ്ങളും ഒക്കെ കാരണമായിട്ട് തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവെ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സഭ മുഖാന്തരം വെളിവായി വരുന്ന ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓരോരുത്തരും വളരെ പ്രാധാന്യം അറിയിക്കുന്നവരാണെന്ന് ഞങ്ങൾ കരുതുന്നു കർത്താവെ. അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങ് ഞങ്ങളെ നടത്തുന്ന വഴികൾക്കായിട്ട് നന്ദി, ഞങ്ങളെ കരുതുന്ന വഴികൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഈ നാളുകളിൽ പ്രാർത്ഥനയിൽ ജാഗരിക്കുന്നവരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനയിൽ കുറവുള്ളവരാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലരും മടി വിചാരിക്കുന്നവരുണ്ട്. ദൈവമേ, നീ അവിടെ എല്ലാം മാറ്റണമേ, മാറ്റം വരുത്തണമേ. ആത്മീകമായിട്ടുള്ള ഒരു റിവൈവല് ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് സാഹചര്യമാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ മാറ്റപ്പെടാത്തതായിട്ടുള്ള നിമിഷങ്ങൾ വരെ ഹല്ലേലൂയ അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യുവാൻ തക്കവണ്ണം, അന്ധകാരത്തിന്റെ ശക്തികളെ മാറ്റിക്കളയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ സകല ഹല്ലേലൂയ കന്മഷവും മാറ്റിക്കളഞ്ഞ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങൾ ഉപയോഗിച്ചാട്ടെ.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു പിതാവേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കേട്ട വചനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളെ എല്ലാവരെയും കരുതുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു. Thank you very much and God bless you. Praise you, Jesus. Thank you, Jesus. കണ്ണിൻ മണി പൂ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ